കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ നോക്കുകയാണ് നദി. പാത്രങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ മോളെ, എല്ലാം നാളെ രാവിലെ കഴുകാം. നീ കൈ കഴുകിയിട്ട് എന്റെ അടുത്തേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. യാമിനി പാത്രങ്ങൾ കഴുകണ്ട എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ നദിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. വീടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കണം. തിന്ന പാത്രങ്ങളൊന്നും പിറ്റേന്ന് കഴുകാനായി വയ്ക്കരുത്. അടുക്കളയും ഊണുമുറിയും രാത്രിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കിയിടണം. മനുഷ്യന്മാരുടെ അവസ്ഥയാണ്, എപ്പോഴാ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു ദിവസം മരണം നമ്മുടെ വീട്ടിലേക്ക് വന്നാലോ, അന്നേരം ഈ വീട്ടിനുള്ളിലേക്ക് പുറത്തു നിന്നുള്ളവർ കയറി വരില്ലേ? അവർ വിലയിരുത്തും നമ്മുടെ വൃത്തിയില്ലായ്മയെ. അതുകൊണ്ട് എത്ര വല്ലായിക വന്നാലും എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി വെക്കണം. അമ്മയെന്നും പറഞ്ഞു തരുന്ന വാക്കുകളാണിത്. ആ വാക്കിന് മറികടന്നുകൊണ്ടാണ് പാത്രങ്ങളെല്ലാം നാളെ കഴുകി വെക്കാമെന്ന് അമ്മ പറയുന്നത്. നദി ചുളിഞ്ഞ മുഖത്തോടെ യാമിനിയെ നോക്കി. ഞാൻ മുമ്പ് പറഞ്ഞതൊന്നും ഇപ്പൊ ഓർമ്മിച്ചെടുക്കാൻ നിൽക്കണ്ട, കൈ കഴുകി ഇങ്ങ് വന്നിരിക്കും. നദി പിന്നെ തർക്കിക്കാൻ നിന്നില്ല. അവൾ വേഗം കൈ കഴുകി അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. ഹാളിലെ സോഫയിലോ ചെയറിലോ ഒന്നുമല്ല യാമിനി ഇരിക്കുന്നത്, വെറും നിലത്താണ്. നദി അരിയിലേക്ക് വന്നിരുന്നതും യാമിനി അവളെ മടിയിലേക്ക് ചായച്ചു കിടത്തി. അവളുടെ മുടിയിലൂടെ വിരലൊടിക്കവേ യാമിനിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. നദി മലർന്നു കിടന്നതും അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ അവളുടെ കവളിലേക്ക് അടർന്നു വീണു. അവൾ തന്റെ കവിളുകൾ അമർത്തി തുടച്ചതിന് ശേഷം കൈയെത്തിച്ച് അമ്മയുടെ കണ്ണുകളും തുടച്ചു കൊടുത്തു. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പോഴത്തെ വേദന എന്താണെന്ന് 22 വർഷമായില്ലേ ഞാൻ അമ്മയുടെ കൂടെ. അമ്മയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അമ്മയെക്കാളേറെ എനിക്കറിയാം. നദി പറഞ്ഞത് കേട്ട് യാമിനി ഒന്നും മനസ്സിലാകാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് അല്ലേ അമ്മേ? യാമിനിയുടെ കൈത്തലം തന്റെ ചുണ്ടോട് ചേർത്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. യാത്രയോ? നമ്മൾ രണ്ടുപേരും ഇന്ന് കഴിച്ച ഭക്ഷണത്തിൽ അമ്മ വിഷം ചേർത്തിരുന്നില്ലേ? ഒരു നിമിഷം യാമിനിയുടെ മുഖം വിളറിപ്പോയി. അമ്മ വിഷമിക്കണ്ട, എന്നെയും കൂടെ കൂട്ടാൻ അമ്മയ്ക്ക് തോന്നിയല്ലോ. അമ്മ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ എങ്ങനെ തനിച്ച് ജീവിക്കും അമ്മേ? മരണം അമ്മയെ എന്നിൽ നിന്നും അടർത്തിയെടുത്തു കൊണ്ടുപോകുമ്പോ അനാഥത്വത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോവില്ലേ ഞാൻ? ആരോരും തുണയില്ലാതെ ഈ ലോകത്തിൽ ഞാൻ എങ്ങനെ തനിയെ ജീവിക്കും അമ്മേ? അങ്ങനെ ഒരു ഇരുട്ടിലേക്ക് എന്നെ തള്ളിയിടാതെ എന്റെ അമ്മയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോകാൻ തോന്നിയില്ലേ? ഇപ്പോഴാണ് എന്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ന് രാവിലെ മുതൽ അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും എനിക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇത്രയും സമയം എന്റെ മനസ്സിനെ ബലം കൊടുത്തതുകൊണ്ടാകാം മരിക്കാൻ എനിക്കിപ്പോൾ ഭയമില്ല അമ്മേ. മോളെ, യാമിനെ കുനിഞ്ഞിരുന്നു കൊണ്ട് അവളുടെ മുഖത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. എന്റെ കുഞ്ഞ് അമ്മയെ ശപിക്കരുത്. നിന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഈ പ്രായത്തിനുള്ളിൽ നിന്റെ വിവാഹം നടത്താൻ പോലും ഞാൻ ശ്രമിച്ചു. എല്ലാത്തിനും അമ്മ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനിയും സുരക്ഷിതമായി ഏതെങ്കിലും കൈകൾ നീണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കിയാൽ ഇടയ്ക്ക് വെച്ച് ഒരു വാക്കുപോലും പറയാതെ മരണം അമ്മയെ കൂട്ടിക്കൊണ്ടുപോകും. ആശ്വാസത്തോടെ എങ്ങനെയാണ് അമ്മ കണ്ണുകൾ അടയ്ക്കുന്നത്? അതുകൊണ്ടാണ് ഇത്തരം ഒരു നീചകർമ്മം അമ്മയ്ക്ക് ചെയ്യേണ്ടതായി വന്നത്. എന്റെ കുഞ്ഞ് അമ്മയോട് ക്ഷമിക്കണം. സാരമില്ലമ്മേ, അമ്മ വിഷമിക്കേണ്ടതില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അടുത്ത ജന്മത്തിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനുമായി നമ്മൾ പകുതി വെച്ച് നിർത്തിയ ജീവിതം പുനരാരംഭിക്കാം. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അമ്മ മറുപടി പറയണം. ഇനി അത് ചോദിക്കാൻ എനിക്കോ പറയാൻ അമ്മയ്ക്കോ കഴിഞ്ഞെന്ന് വരില്ല. എന്താ മോൾക്കറിയേണ്ടത്? ചോദിക്കൂ, അമ്മ പറയാം. യാമിനി മടിയിൽ കിടക്കുന്ന തന്റെ മകളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആരാ എന്റെ അച്ഛൻ? എവിടെയാണ് താമസിക്കുന്നത്? അച്ഛന്റെ ബന്ധുക്കളായി ആരെല്ലാം ഉണ്ട്? ന്യായമായും അവൾ അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആരെന്ന് പറയാൻ യാമിനി തീരുമാനിച്ചു. മോളെ, നിനക്കൊരു ഏട്ടനുണ്ട്. യാമിനിയുടെ സ്വരം ഇടറി തുടങ്ങി. എന്താ പറഞ്ഞത്? എനിക്കൊരു ഏട്ടനുണ്ടെന്നോ? എവിടെയാണ്? എന്താ പേര്? അച്ഛന്റെ പേരെന്താ? അമ്മയുടെ രണ്ട് മൂക്കിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നത് അവൾ കണ്ടു. അമ്മേ, മൂക്കിൽ. നദി കൈയെത്തിച്ച് അമ്മയുടെ മൂക്ക് തുടച്ചു കൊടുത്തു. അമ്മേ, ഇനി സമയമില്ല അമ്മേ, എന്റെ അച്ഛന്റെ പേരെങ്കിലും പറയൂ. അവൾക്കും എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്. തലയ്ക്ക് കനം വയ്ക്കുന്നത് പോലെയും കൈകാലുകൾ കുഴയുന്ന പോലെയും കൺപോളകൾക്ക് കനം തൂങ്ങുന്നത് പോലെയും അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോ താനും മരണത്തിലേക്ക് പോവുകയാണെന്ന് അവൾക്ക് ഉറപ്പായി. അമ്മേ, പറയമ്മേ, നല്ലയാളായാലും ചീത്തയാളായാലും എന്റെ അച്ഛനാണല്ലോ എന്ന കാരണത്താൽ ഇത്ര നാളും സ്നേഹം കൊണ്ട് ഞാൻ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച ഒരാളാണല്ലോ എന്ന കാരണത്താൽ ആ പേരെങ്കിലും ഉരുവിട്ടുകൊണ്ട് ഞാൻ മരിച്ചോട്ടെ അമ്മേ. അതിനുള്ള അവകാശമെങ്കിലും എനിക്ക് താ. പൊട്ടിക്കരയുന്ന മകളുടെ മുഖത്തേക്ക് നോക്കി നാവ് ഉയർത്താൻ പാടുപെടുകയാണ് യാമിനി. വാക്കുകൾ മുഴുവനാക്കാൻ യാമിനിക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പേ അവൾ രക്തം ഛർദ്ദിച്ചുകൊണ്ട് നദിയുടെ ദേഹത്തേക്ക് കമിഴ്ന്നു വീണു.
നദി കരഞ്ഞില്ല. അവൾ അമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് ആ മടിയിൽ നിന്നും എഴുന്നേറ്റു. യാമിനിയുടെ ശരീരം പിടയുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്യുന്നുണ്ട്. നദി അവരെ നിലത്ത് തന്നെ ശരിക്കും കിടത്തി. എന്നിട്ട് അകത്തെയും പുറത്തെയും എല്ലാ ലൈറ്റുകളും അണച്ചു. അതിനുശേഷം അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്കരികിലായി അവളും കിടന്നു. യാമിനിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ നദിയുടെ അധരങ്ങൾ വിറകൊണ്ടിരുന്നു. തന്റെ മൂക്കിലൂടെയും രക്തം ഒലിച്ചിറങ്ങുന്നത് നദി അറിഞ്ഞു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതും അബോധാവസ്ഥയിലേക്ക് താൻ ആഴ്ന്നു പോകുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്ന യാമിനിയെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കിടന്നു. ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും കുറച്ച് പോലീസുകാരും കൂടിയാണ് യാമിനിയുടെ വീട്ടിലേക്ക് തിരിച്ചത്. സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവൻ ഈ സമയം കൊണ്ട് യാമിനിയുടെ വാർഡ് മെമ്പറെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. വാർഡ് മെമ്പറും നാട്ടുകാരും കൂടിയാണ് ആദ്യം വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീടും പരിസരവും എല്ലാം ഇരുട്ടിലാണ്. അസ്വാഭാവികമായ യാതൊന്നും അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. മെമ്പറുടെ കൈ കോളിംഗ് ബെല്ലടിക്കാനായി നീണ്ടു. മെമ്പറെ, ഇതിനുള്ളിലുള്ളവർ ഉറങ്ങിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. വെറുതെ കോളിംഗ് ബെല്ലടിച്ച് നമ്മളവരെ ഉണർത്തണോ? നാട്ടുകാരിൽ ആരും അങ്ങനെ പറഞ്ഞതും മെമ്പർ നീട്ടിയ കൈ താഴത്തേക്ക് ഇട്ടു. അപ്പോഴേക്കും പോലീസുകാരും എത്തി. മെമ്പർ വേഗം CIക്ക് അരികിലേക്ക് ചെന്നു. സാറ് പറഞ്ഞ പോലെയുള്ള കുഴപ്പങ്ങളൊന്നും അതിനുള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ പരിസരമൊക്കെ അന്വേഷിച്ചു. ആ വീട്ടിൽ അമ്മയും മകളും മാത്രമേ ഉള്ളൂ. അമ്മയൊരു സംഗീത അധ്യാപികയാണ്. മകൾ PGക്ക് പഠിക്കുന്നു. അവർക്കെന്തോ വലിയൊരു അസുഖമാണെന്നാ നാട്ടുകാർ പറയുന്നത്. എന്നും രാത്രി 9 മണിയാകുമ്പോഴേക്കും ആ വീടും പരിസരവും ഇരുട്ടിലാകുമെന്നാണ് അവരൊക്കെ പറയുന്നത്. അവിടെ ആണുങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരൊന്നും 9 മണിയാകുമ്പോഴേക്കും കിടക്കുമെന്നാണ് പറയുന്നത്. CI മെമ്പറെ ഒന്ന് രൂക്ഷമായി നോക്കി. അയാളോടൊന്നും പറയാതെ CI കോളിംഗ് ബെല്ലടിച്ചു. ഒന്നല്ല, പലവട്ടം. ഉള്ളിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ലെന്ന് മനസ്സിലായതും അയാൾ തിരിഞ്ഞ് ഇൻസ്പെക്ടറെ നോക്കി. അശോക, പോലീസുകാരെയും കൂട്ടി വാതിൽ ചവിട്ടി പൊളിക്കൂ. യെസ് സാർ. നിമിഷ നേരം കൊണ്ട് യാമിനിയുടെ വീടിന് മുന്നിൽ ജനസമുദ്രമായി. പോലീസുകാരും നാട്ടുകാരിൽ ചിലരും ചേർന്ന് നിമിഷ നേരം കൊണ്ട് വാതിൽ ഇടിച്ചു തുറന്നു. ആരൊക്കെയോ അപ്പോഴേക്കും മുമ്പറത്തെ ലൈറ്റ് ഇട്ടിരുന്നു. അകത്തെ ലൈറ്റ് ഇടാനായി CI ചുമരിൽ പരതി. മുറിയിൽ വെളിച്ചം വീണതും മുന്നിലെ കാഴ്ച കണ്ട് അയാൾ സ്തംഭിച്ചു നിന്നു. വായിൽ നിന്ന് നുരയും പതയും മൂക്കിൽ നിന്ന് രക്തവും വലിച്ചു നിശ്ചലരായി കിടക്കുന്ന രണ്ടുപേർക്കും ജീവനുണ്ടോ എന്ന് പോലും സംശയമാണ്. SI വേഗം ആംബുലൻസിന് ഫോൺ ചെയ്തു. CI കുനിഞ്ഞിരുന്ന രണ്ടുപേരുടെയും മൂക്കിനടുത്ത് വിരൽ വെച്ച് നോക്കി. നേരിയ ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. ഉറപ്പു പറയാൻ അയാൾക്ക് കഴിയുന്നില്ല. നിമിഷ നേരം കൊണ്ട് ആംബുലൻസ് എത്തി. നാട്ടുകാരിൽ ചിലരൊക്കെ ചേർന്നാണ് അമ്മയെയും മകളെയും ആംബുലൻസിൽ കയറ്റിയത്. ആംബുലൻസ് കണ്ണിൽ നിന്ന് മറഞ്ഞതും CI മെമ്പറുടെ നേർക്ക് രൂക്ഷമായി നോക്കി. ഞങ്ങളെക്കാൾ വൈകുമെന്ന് തോന്നിയതുകൊണ്ടാണ് തന്നെ വിളിച്ചത്. അല്ലാതെ തന്നെ വിളിച്ചറിയിക്കണമെന്ന ചടങ്ങൊന്നുമില്ല. 5 മിനിറ്റ് മുമ്പേ ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ എന്നൊരു വാക്ക് ഡോക്ടർമാരിൽ നിന്നും കേൾക്കാൻ ഇടവന്നാൽ ബാക്കി അപ്പോ പറയാം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് CI ജീപ്പിനുള്ളിലേക്ക് കയറി. ജീപ്പ് കണ്ണിൽ നിന്നും മറയുന്നതുവരെ മെമ്പർ നോക്കി നിന്നു. കൺമുന്നിലെ കാഴ്ച കണ്ട ഞെട്ടൽ അയാൾക്ക് അപ്പോഴും മാറിയിരുന്നില്ല. അച്ഛന്റെ ടെൻഷൻ ശരിയായിരുന്നു. പോലീസുകാർ ചെല്ലുമ്പോ അവർ രണ്ടുപേരും വിഷം കഴിച്ച അവസ്ഥയിലാണ്. ആംബുലൻസ് വരുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ഡോക്ടേഴ്സിന്റെയും ദൈവത്തിന്റെയും കൈകളിലാണ്. ഹോസ്പിറ്റലിന്റെ പേര് കൂടി പറഞ്ഞതിന് ശേഷം ബദ്രി ഫോൺ വെച്ചു. ബദ്രി പറയുന്നതെല്ലാം കേട്ട് ചലിക്കാനാവാത്ത അവസ്ഥയിൽ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നുണ്ട് മഹാദേവൻ മാസ്റ്റർ. അയാളെ ഒന്ന് നോക്കിയതിനു ശേഷം ബദ്രി കാർ വേഗത്തിൽ ഓടിച്ചു. കാർത്തിയും ഞാനും ഒരുമിച്ചാണ് പഠിച്ചിരുന്നതെന്ന് അമ്മാമ്മയ്ക്കറിയാമല്ലോ. അവൻ ഈ ലോകത്ത് ഏറ്റവും അധികം വെറുക്കുന്ന ഒരു വ്യക്തിയാണ് അവന്റെ അമ്മ. തെറ്റ് ചെയ്തതുകൊണ്ടാണല്ലോ അമ്മാമ്മയും അവരെ ഇറക്കി വിട്ടത്. തെറ്റ് അവരുടെ പക്ഷത്താണെന്നിരിക്കെ എന്തിനാണ് അമ്മാമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്? തെറ്റ് ചെയ്തത് അവളല്ല ബദ്രി, ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ ചെയ്ത തെറ്റിനാണ് അവൾക്ക് ശിക്ഷ വിധിച്ചത്. നൊന്ത് പ്രസവിച്ച മകനെ കാണാതെ ഈ വർഷം അത്രയും അവൾ ജീവിച്ചില്ലേ? എന്റെ മകളെ ആരെയും ഏൽപ്പിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടല്ലേ മരണത്തിലും അവൾ കൂടെ കൂട്ടാൻ ശ്രമിച്ചത്. ഇതിനെല്ലാമുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് എനിക്ക് ഈ ഭൂമിയിൽ നിന്നും പോകാൻ കഴിയൂ. തിരുത്താൻ അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഒരിക്കൽ പോലും ഞാൻ അതിന് ശ്രമിച്ചില്ല. അങ്ങനെ ഞാൻ ശ്രമിച്ചാൽ, സത്യങ്ങളെല്ലാം കാർത്തിയെ അറിയിച്ചാൽ, ഇന്ന് യാമി ഒറ്റപ്പെട്ടു പോയിടത്ത് ഞാനായിരിക്കും നിൽക്കുന്നത്. എന്റെ മകൻ എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. അവനെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊരു സ്വാർത്ഥനായി മാറി. ഇപ്പോ എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അവളെയും എന്റെ മോളെയും ജീവനോടെ തിരികെ തരണേന്ന്. എല്ലാ സത്യങ്ങളും ഞാൻ കാർത്തിയെ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്നെ എന്റെ മകൻ വെറുത്താലും ഞാനത് ചെയ്തിരിക്കും. സത്യപ്രതാപനും രേണുകയും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഹോസ്പിറ്റലിന്റെ പുറത്തു തന്നെ പോലീസ് ഉണ്ടായിരുന്നു. അയാൾ നേരെ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നു. സാർ, സൂയിസൈഡിന് ശ്രമിച്ച ഒരു അമ്മയും മകളെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളാരാ? സത്യപ്രതാപൻ ചോദിച്ച ഉടനെ
സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ ബദ്രീനാഥിന്റെ അച്ഛനാണ്. അതോടെ അയാളുടെ ഗൗരവം തെല്ലുന്നയഞ്ഞു. അയാൾ പെട്ടെന്ന് തന്നെ അടുത്തു നിൽക്കുന്ന പോലീസുകാരനോട് അവരെ ICUവിന് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ICUവിന് മുന്നിൽ നിൽക്കുന്ന സിസ്റ്റർമാരിൽ ഒരാളോട് സത്യപ്രതാപൻ തന്റെ ആവശ്യം ഉന്നയിച്ചു. അവിടെയും ബദ്രീനാഥിന്റെ അച്ഛനാണ് താനെന്ന് അയാൾക്ക് പറയേണ്ടി വന്നു. രണ്ടുപേരുടെയും അവസ്ഥകൾ വളരെ മോശമാണ് സാർ. 24 അവേഴ്സ് കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രണ്ടുപേരുടെയും ബോഡി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ? വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ മുൻപോട്ട് നടന്നു. രേണു, നീ ആ കസേരയിൽ പോയിരിക്കെ, ഞാനിപ്പോ വരാം. രേണുക അയാൾ പറഞ്ഞത് കേട്ട് അവിടെയുള്ള കസേരകളിൽ ഒന്നിൽ പോയിരുന്നു. ഡോക്ടർ, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച അമ്മയുടെയും മകളുടെയും ബന്ധുവാണ്. ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെന്ന് സിസ്റ്റർ പറഞ്ഞു. ഇരിക്കൂ. മുന്നിലെ ചെയറിലേക്ക് കൈ ചൂണ്ടി ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? റിലേറ്റീവ്സ് ആണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഡോക്ടർ? രക്ഷപ്പെടാൻ 1% ചാൻസ് ഉണ്ടോ? രക്ഷപ്പെടുത്തി തരണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഈ അവസ്ഥയിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല മിസ്റ്റർ സത്യപ്രതാപൻ. മിസ്റ്റർ സത്യപ്രതാപൻ, ആ സ്ത്രീയുടെ ബോഡി വളരെ വീക്കാണ്. അവർ രക്ഷപ്പെടുമെന്ന് എനിക്ക് 1% പോലും ഉറപ്പില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ല. സ്ട്രോങ് ബോഡി ആയതുകൊണ്ടും വിഷമുള്ളിൽ ചെന്നിട്ട് അധിക ടൈം ആകാത്തതുകൊണ്ടും ചിലപ്പോൾ രക്ഷ കിട്ടിയേക്കാം. എന്തിനും അവരുടെ ബോഡി മെഡിസിനോട് പ്രതികരിക്കാൻ തുടങ്ങണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഡോക്ടർ കൈമലർത്തിയതുപോലെ പറഞ്ഞു. ഞങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണോ? നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും മിസ്റ്റർ സത്യപ്രതാപൻ. എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഇതിലും വലിയ ചികിത്സ കിട്ടാനുമില്ല. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കൂ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. പതിയെ തലയാട്ടിക്കൊണ്ട് അയാൾ ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ICUയുടെ മുന്നിലെത്തുമ്പോൾ രേണുകയ്ക്കരികിൽ ബദ്രിയും മഹാദേവനും ഉണ്ടായിരുന്നു. മഹാദേവനെ അവിടെ കണ്ടതും സത്യപ്രതാപൻ അവജ്ഞയോടെ മുഖം തിരിച്ചു. വെള്ളം പുതപ്പിച്ച ശരീരങ്ങൾ നേരിട്ട് കാണാനായിരിക്കുമല്ലേ ഓടിക്കുതച്ചു വന്നത്? നിനക്ക് നാണമില്ലേ ബദ്രി? ജീവിതത്തിൽ കോമാളി വേഷം കെട്ടിയാടിയ ഇയാളെയും എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ. ശവം തിന്നാൻ കൊതിപൂണ്ട് നടക്കുന്ന ശവന്തീനികൾ. അയാൾ അറപ്പോടെ ഗ്രില്ലിനിടയിലൂടെ പുറത്തേക്ക് തുപ്പി. അച്ഛാ, ഇതൊരു ഹോസ്പിറ്റലാണ്, അതായത് ഒരു പബ്ലിക് പ്ലേസ്. അച്ഛനെന്ന പോലെ അമ്മാമ്മയ്ക്കും ഇവിടെ നിൽക്കാൻ അവകാശമുണ്ട്. ബദ്രി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അതോടെ സത്യപ്രതാപൻ കുറച്ച് അകലെയുള്ള കസേരയിലേക്ക് പോയിരുന്നു. മഹാദേവൻ രേണുകയ്ക്ക് അരികിലേക്ക്